ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി തിരുവാഭരണം മുൻ കമ്മീഷണർ കേസ് ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയും. കട്ടിലപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയുള്ള ബൈജുവിന്റെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. അതേസമയം മറ്റൊരു പ്രതിയായ ദേവസ്വം മുൻ മെമ്പർ ശങ്കർദാസിന്റെ റിമാൻഡ് വീണ്ടും നീട്ടും. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി തിരുവാഭരണം മുൻ കമ്മീഷണറായിരുന്ന കേസ് ബൈജു ആദ്യം അറസ്റ്റിലാകുന്നത് കട്ടിലപ്പാളി കേസിലാണ്. റിമാൻഡിലായി 90 ദിവസം പൂർത്തിയായത് കാട്ടിയാണ് സ്വാഭാവിക ജാമ്യത്തിനായി വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് കേസ് ബൈജു സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായത്. അതേസമയം സന്നിധാനത്ത് കേസ് ബൈജുവിന് സ്ഥിരമായി ഡ്യൂട്ടി ഇല്ലായിരുന്നുവെന്നും ആറന്മുളയിലെ ഓഫീസിലായിരുന്നുവെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസ് ബൈജുവിന് പങ്കില്ലെന്നും പ്രതിഭാഗം വാദമുയർത്തി. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായത് പരിഗണിച്ച് കട്ടിലപ്പാളി കേസിൽ കേസ് ബൈജുവിന് വിജിലൻസ് കോടതി ജാമ്യം നൽകും. എന്നാൽ ദ്വാരപാലക കേസിൽ ഈ മാസം 25-നാണ് ജാമ്യ ഹർജി സമർപ്പിക്കുക. റിമാൻഡ് തുടരുന്നതിനാൽ ഉടൻ ജയിൽ മോചിതനാകാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ദേവസ്വം മുൻ പ്രസിഡന്റ് എൻ വാസു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇതോടെ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5 പേരാണ് ജാമ്യം നേടി ജയിൽ മോചിതരായത്. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുന്നംഗം ശങ്കർദാസിന്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ശങ്കർദാസിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കില്ല. മീഡിയ 1 കൊല്ലം.